ഹലോ ഗായ്സ്, അപ്പോൾ സൺഡേ ഒക്കെ അല്ലേ, ഒരു മന്തി ആയാലോ. അപ്പോൾ ഞാനൊരു ചിക്കൻ എടുത്ത് അതിനെ 8 പീസായിട്ടാട്ടോ നമ്മൾ മുറിച്ചേക്കുന്നത്. ഒരുപാട് വലിയ പീസാക്കിയില്ല, കുഞ്ഞു കുഞ്ഞു പീസാണെങ്കിൽ നമുക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. സോ അതുകൊണ്ട് നമ്മൾ ചിക്കനകത്ത് നന്നായിട്ട് ഫോർക്കോ നൈഫോ കൊണ്ട് നന്നായിട്ട് കുത്തി ഊട്ടുകളൊക്കെ ഇടുക. പിന്നെ അതുകൊണ്ട് 2 സബോള ഞാനിവിടെ എടുത്തേക്കുന്നത്, പിന്നെ ഒരു ക്യാപ്സിക്കം, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, പിന്നെ കുറച്ച് കുരുമുളക്, ജീരകം, പട്ട, ഗ്രാമ്പ്, അങ്ങനെ സ്പൈസസ് ഒക്കെ ഇട്ടു. 4 മാഗി ക്യൂബ്, പിന്നെ മല്ലിയില, പുതിനയില, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ തക്കാളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ടാൽ മതി കേട്ടോ. കാരണം വെച്ചാൽ മാഗി ക്യൂബിൽ അത്യാവശ്യം നല്ല ഉപ്പുണ്ട്. പിന്നെ അതിനകത്ത് സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് തിരുമ്മി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളൊരു 10 മിനിറ്റൊക്കെ ഒന്ന് വെക്കുക. അതുകൊണ്ട് നമുക്കിത് നേരെ അടുപ്പിൽ വെച്ച്, നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, അടുപ്പിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതായത് ഇപ്പം വെന്ത് വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ്. അതിനെ നമ്മൾ ഇച്ചിരി അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഒന്ന് ഇടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ ഓൾമോസ്റ്റ് ഒരു വെന്ത പരുവാകുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് നിന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് റൈസ് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു പരിധി വരെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റോക്ക് സെപ്പറേറ്റ് എടുത്ത് അതിനകത്ത് വെള്ളം കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഇതിനകത്തോട്ട് നീളമുള്ള മറ്റേ അരി ഉണ്ടല്ലോ, മന്തി റൈസ്, അപ്പോൾ മന്തി റൈസ് ഇട്ട് നമ്മളിതൊന്ന് കുക്കറിനകത്ത് വെക്കേണ്ടവർക്ക് കുക്കറിനകത്ത് വെക്കാം, റൈസിനകത്ത് വെക്കേണ്ടവർക്ക് റൈസിനകത്ത് വെക്കാം. പിന്നെ കുറച്ച് നാരങ്ങ കൂടെ സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് വെച്ച് നന്നായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ വെച്ച്, ഇനി നമ്മൾ വേവിച്ച ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, ഇച്ചിരി കബ്സ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് വെന്ത് നമ്മുടെ അതിൻ്റെ മേളിലോട്ട് നമ്മുടെ മന്തിൻ്റെ പീസസ് ഒക്കെ വെച്ച് നമ്മുടെ ഒരു ചിരട്ട കത്തിച്ച് അതിനകത്ത് വെച്ച് ആ സ്മോക്കി ഫ്ലേവർ കിട്ടാനാട്ടോ. അപ്പോൾ അതേ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മയം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് പുഴുങ്ങിയ മുട്ട വെച്ചിട്ടാട്ടോ മയം ഉണ്ടാക്കിയത്. പിന്നെ നമ്മുടെ ഉള്ളിയും തക്കാളിയെല്ലാം കൂടെ ചട്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.